സ്പാനിഷ് ലീഗിൽ FC ബാഴ്സലോണ വിജയക്കുതിപ്പ് തുടരുകയാണ്. സീസണിലെ 5ാം മത്സരത്തിലും ബാഴ്സലോണ വിജയിച്ചു. ഇന്ന് നടന്ന കാറ്റലൻ ഡെർബിയിൽ ജിറോണയെയാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. 1-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണയുടെ വിജയം. ലാമിൻ യമാൽ 2ഉം ഒൽമോ, പെഡ്രി എന്നിവർ ഓരോ തവണയും ലക്ഷ്യം കണ്ടു. മത്സരത്തിന്റെ 30ാം മിനിറ്റിൽ ഹെവി പ്രസ്സിംഗിലൂടെ ജിറോണ പ്രതിരോധ താരത്തിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് ഗോൾ കണ്ടെത്തി ലാമിൻ യമാലാണ് ബ്രേക്ക് ത്രൂ നൽകിയത്. 37ാം മിനിറ്റിൽ യമാലിന്റെ 2ാം ഗോളെത്തി. ഇത്തവണ ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെയായിരുന്നു ഗോൾ. ആദ്യ പകുതി 2 ഗോൾ ലീഡിൽ അവസാനിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ബാഴ്സലോണ ലീഡ് വീണ്ടും വർദ്ധിപ്പിച്ചു. കൂണ്ടയുടെ അസിസ്റ്റിൽ ഡാനി ഓൾമോയായിരുന്നു സ്കോറർ. എന്നാൽ 61ാം മിനിറ്റിൽ ഒൽമോ പരിക്കേറ്റ് സബ് ചെയ്യപ്പെട്ടു. 64ാം മിനിറ്റിൽ കസാഡയുടെ അസിസ്റ്റിൽ പെഡ്രി ബാഴ്സയുടെ 4ാം ഗോളും നേടി. 80ാം മിനിറ്റിൽ ക്രിസ്ത്യൻ സ്റ്റുവാനി ജിറോണയ്ക്കായി ആശ്വാസ ഗോൾ കണ്ടെത്തി. 86ാം മിനിറ്റിൽ അസ്പ്രിലയെ ചവിട്ടിയതിന് ഫെറാൻ ടോറസ് റെഡ് കാർഡ് കണ്ട് പുറത്തായത് ബാഴ്സയ്ക്ക് തിരിച്ചടിയായി. ലാമിൻ യമാലാണ് മത്സരത്തിലെ താരം. കളിയിലെ കണക്കുകളിലേക്ക് വന്നാൽ 56% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 20 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 476 പാസുകൾ 86% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് ജിറോണ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 392 പാസുകൾ 87% കൃത്യതയോടെ ജിറോണ പൂർത്തിയാക്കി. ജയത്തോടെ 5 മത്സരങ്ങളിൽ 15 പോയിന്റുമായി ബാഴ്സലോണ ലീഗിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 5 മത്സരങ്ങളിൽ 7 പോയിന്റുള്ള ജിറോണ 7ാം സ്ഥാനത്താണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മൊണാക്കോയ്ക്കെതിരായാണ് ബാഴ്സലോണയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.